എൻ്റെ പ്രിയനാദി സുന്ദരൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, പാവികളെ വീണ്ടെടുത്തവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, ആമേൻ, പാവികളെ വീണ്ടെടുത്തവൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 45-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയുള്ള സ്തോത്രം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി നമ്മളെല്ലാവരും ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മുടെ മനസ്സുകൊണ്ട് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു എന്നാണ് പറഞ്ഞത്. അത് രാജാവുമായിട്ടുള്ള ആ വലിയ ബന്ധത്തെയാണ് അവിടെ നമ്മളെ കേൾപ്പിക്കുന്നത്. അമേ സ്തോത്രം. നമ്മളെ കരുതുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ പാലിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ഈ ദൈവത്തിന് വേണ്ടിയിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എഴുതി വച്ചിരിക്കുന്നൊരു ഭാഗം തന്നെയാണ് നമുക്കിതിനകത്ത് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. കാരണം അവിടുന്ന് ആ അധരത്തിൽ നിന്ന് കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആശ്വാസമാണ്, സമാധാനമാണ്, സന്തോഷമാണ്, ഏറ്റവും അനുഗ്രഹമാണ്. ദുഃഖിച്ചിരിക്കുമ്പോൾ, നമ്മൾ പലതിനെ ചൊല്ലി ഭാരപ്പെട്ടിരിക്കുമ്പോൾ, കർത്താവെ, ദൈവത്തിൻ്റെ ആ സ്നേഹവാത്സല്യത്തോടെ മകനെ മകളെ എന്നുള്ള വിളി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും ആനന്ദം തരും. ഈ തിരുവചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം നൽകുന്നു. ആമേൻ, സ്തോത്രം. അതുകൊണ്ടാണല്ലോ ദൈവമക്കളെ, നമ്മൾക്ക് എപ്പോഴും മനസ്സ് ഭാരപ്പെടുന്ന സമയത്ത് ഈ വചനഭാഗം എടുത്ത് നമ്മൾ വചനം വായിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വചനമെടുക്കുമ്പോൾ കിട്ടുന്ന ആ ദൂതിൻ്റെ ആ സ്നേഹോപദേശം, ആമേൻ, ആ ദൈവസ്നേഹം നമ്മൾക്കത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എത്രയോ വലുതാണ്. മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ഹല്ലേലൂയ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം നമുക്കും പ്രാപിപ്പാൻ എൻ്റെ കർത്താവെ, ആ വലിയ കൃപ കൊണ്ട്, ആമേ സ്തോത്രം. ഈ സങ്കീർത്തനം നമുക്കറിയാം, അതിനകത്ത് കോരഹപുത്രന്മാരുടെ ധ്യാനമായിട്ടാണ് നമ്മളിതോടെ വായിക്കുന്നത്. അപ്പോൾ എത്ര മനോഹരമായൊരു ആത്മധ്യാനമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ സന്തോഷം ഒത്തിരി വലുതാണ്. നമുക്ക് ആ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം നമ്മൾ അറിയുകയാണ്. അമ്മേ സ്തോത്രം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനാൻ വചനം നമ്മളെ കേൾപ്പിക്കുന്ന ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അത് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അനേകരുടെ മുൻപിൽ, സഭയുടെ മുൻപിൽ കർത്താവ് തന്ന ഉപകാരങ്ങളൊക്കെ ഒന്ന് വാഴ്ത്തി പറയുമ്പോൾ കേൾക്കുന്ന എല്ലാവരുടെയും എന്ന് വെച്ചാൽ, പ്രത്യേകമായി പറഞ്ഞാൽ ജ്ഞാനമുള്ളവർ ഇവയെ ശ്രദ്ധിക്കും, അവർ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. അതേ ദൈവമക്കളെ, ആത്മജ്ഞാനത്തോടെ ഇവ ശ്രദ്ധിക്കുന്നവർക്കും ദൈവത്തിൻ്റെ കൃപകളെ ചിന്തിപ്പാൻ ഇടയാക്കുന്ന വളരെ മനോഹരമായ തിരുവചനത്തിനായി നന്ദിയോടെ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ പ്രിയൻ അതിസുന്ദരൻ, ഹല്ലേലൂയ, 10,000 ശ്രേഷ്ഠൻ, ആമേൻ, ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങളത് അനുഭവിച്ചറിയുന്നു കർത്താവേ, ആ ദൈവസ്നേഹം ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ തളർന്നിരിക്കുന്ന മനസ്സിൽ കർത്താവെ വേദനയും കഷ്ടതയും കണ്ണുനീരും ഒക്കെ കർത്താവെ കാണുവാൻ ഇടയാകുമ്പോൾ, ആമേ സ്തോത്രം, അവയുടെ മധ്യത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ആ തിരുവചനം ഞങ്ങൾക്ക് കർത്താവെ, അത് ദൈവത്തിൻ്റെ ആ തിരുസന്നിധിയിൽ ആ അധരങ്ങളിൽ നിന്ന് പൊഴിക്കുന്ന ലാവണ്യ വാക്കുകൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ് കർത്താവെ. എൻ്റെ പ്രിയൻ അതിസുന്ദരനെന്ന് കർത്താവെ ഞങ്ങൾക്ക് പാടി വാഴ്ത്താൻ ദൈവം തരുന്ന കൃപയ്ക്കാ നന്ദിയോടെ സ്തോത്രം. സകല മഹത്വം പുകഴ്ചയും അങ്ങ് എടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.